കേരളം ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമാണ്. പല പകർച്ചവ്യാധികളെയും ഫലപ്രദമായി നിയന്ത്രിക്കാനും തുടച്ചു നീക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് സമൂഹത്തിൽ വലിയ ഭീതിയും ഒറ്റപ്പെടുത്തലും സൃഷ്ടിച്ച കുഷ്ഠരോഗം, ലെപ്രസി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. അത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. കുഷ്ഠരോഗം ബാധിച്ചവരെ പാർപ്പിച്ചിരുന്ന കോളനികൾ അല്ലെങ്കിൽ ആശ്രമങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ടോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. ഈ വീഡിയോയിൽ കേരളത്തിലെ കുഷ്ഠരോഗ കോളനികളുടെ ചരിത്രവും അവയുടെ ഇന്നത്തെ അവസ്ഥയും കുഷ്ഠരോഗ ചികിത്സാ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളും നിലവിലെ വെല്ലുവിളികളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കുഷ്ഠം. നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ വേട്ടയാടിയ ഈ രോഗം ശരീരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിനാലും പകരുമെന്ന ഭയത്താലും സമൂഹത്തിൽ വലിയ ഒറ്റപ്പെടുത്തലിന് കാരണമായി. രോഗം ബാധിച്ചവരെ സമൂഹം ഭയത്തോടെയും വെറുപ്പോടെയും കണ്ടു. ഇത് അവരെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് നയിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കുഷ്ഠരോഗികളെ ഒറ്റപ്പെടുത്തി പാർപ്പിക്കുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇവയാണ് കുഷ്ഠരോഗ കോളനികൾ അല്ലെങ്കിൽ കുഷ്ഠരോഗ ആശ്രമങ്ങൾ എന്നറിയപ്പെട്ടത്. രോഗം പകരുന്നത് തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ രോഗം ബാധിച്ചവർക്ക് ഒരുമിച്ച് ജീവിക്കാനും പരസ്പരം താങ്ങും തണലുമാകാനും ഈ കേന്ദ്രങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1898-ലെ ലെപ്പേഴ്സ് ആക്ട് പോലുള്ള നിയമങ്ങൾ കുഷ്ഠരോഗികളെ നിർബന്ധിതമായി ഒറ്റപ്പെടുത്തുന്നതിന് കാരണമായി. ഈ നിയമങ്ങൾ രോഗം ബാധിച്ചവരെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് പോലും വിലക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിയമങ്ങൾ രോഗം ബാധിച്ചവരുടെ മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്നതായിരുന്നു. കേരളത്തിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് കുഷ്ഠരോഗികളെ പാർപ്പിക്കാനായി പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇത്തരം കേന്ദ്രങ്ങൾ രോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനൊപ്പം അവർക്ക് അടിസ്ഥാനപരമായ പരിചരണവും നൽകി. എന്നാൽ ഈ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടുത്തലും മാനസിക വിഷമങ്ങളും വളരെ വലുതായിരുന്നു. കേരളത്തിലെ കുഷ്ഠരോഗ ചികിത്സയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് സ്ഥിതി ചെയ്യുന്ന കുഷ്ഠരോഗ സാനിറ്റോറിയം. 1934-ൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ സാനിറ്റോറിയം സ്ഥാപിതമായത്. തുടക്കത്തിൽ 200-ലധികം അന്തേവാസികൾ ഉണ്ടായിരുന്ന ഈ സ്ഥാപനം പിന്നീട് 2000-ലധികം പേരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശ്രമമായി വളർന്നു. ഒരു കാലത്ത് കുഷ്ഠരോഗികളെ സമൂഹം പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്ന അവസ്ഥയിൽ നൂറനാട് സാനിറ്റോറിയം അവർക്കൊരു അഭയകേന്ദ്രമായി മാറി. അവിടെ അവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ചികിത്സ തേടാനും ഒരു സമൂഹം പോലെ ജീവിക്കാനും സാധിച്ചു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ 11, 2024-ൽ ഈ സാനിറ്റോറിയം 90 വർഷം പൂർത്തിയാക്കി. നിലവിൽ 85 അന്തേവാസികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നൂറനാട് സാനിറ്റോറിയം ഒരു സാധാരണ ആശുപത്രി എന്നതിലുപരി ഒരു ചെറിയ ഗ്രാമം പോലെയായിരുന്നു. അവിടെ സിനിമാ തിയേറ്റർ, പള്ളി, അമ്പലം, മസ്ജിദ്, വലിയ ഓഡിറ്റോറിയങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രം, ലൈബ്രറി, ജയിൽ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്തേവാസികൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കൃഷിയും ചെയ്തിരുന്നു. 1935, 1950 കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ നവോത്ഥാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ഈ സാനിറ്റോറിയം. തോപ്പിൽ ബാസിയുടെ അശ്വമേധം, ശരശയ്യ തുടങ്ങിയ നാടകങ്ങൾ ഈ സാനിറ്റോറിയത്തിലെ ആളുകളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കാലക്രമേണ ഈ സ്ഥാപനത്തിന്റെ പഴയ കെട്ടിടങ്ങൾക്കും ചുറ്റുമതിലുകൾക്കും ഭാഗികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ സർക്കാർ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 100 കിടക്കകളുള്ള ഒരു ആശുപത്രി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇൻപേഷ്യന്റ് സൗകര്യം അന്തേവാസികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും ഔട്ട്പേഷ്യന്റ് വിഭാഗം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട്. ദിവസവും 100 കണക്കിന് ആളുകൾ OP വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. നൂറനാട് സാനിറ്റോറിയം ഒരു കോളനി എന്നതിലുപരി ഒരു പുനരധിവാസ കേന്ദ്രമായും ചികിത്സാ കേന്ദ്രമായും പരിണമിച്ചു കഴിഞ്ഞു. കുഷ്ഠരോഗം ഭേദമായവർക്കും രോഗം കാരണം വൈകല്യങ്ങൾ സംഭവിച്ചവർക്കും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ഇവിടെ അഭയം ലഭിക്കുന്നു. ഈ സ്ഥാപനം കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം വർദ്ധിച്ചതോടെ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുകയും രോഗികളോടുള്ള സമീപനം കൂടുതൽ മാനുഷികമാകുകയും ചെയ്തു എന്ന് ഇവിടുത്തെ അന്തേവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കുഷ്ഠരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി MDT എന്ന ചികിത്സാ രീതി വളരെ ഫലപ്രദമാണ്. കേരളത്തിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ ചികിത്സ സൗജന്യമായി ലഭ്യമാണ്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിച്ചാൽ വൈകല്യങ്ങൾ ഒഴിവാക്കാനും രോഗം മറ്റൊരാളിലേക്ക് പകരുന്നത് തടയാനും സാധിക്കും. എന്നിരുന്നാലും കേരളത്തിൽ ഇപ്പോഴും പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 2024 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 600-ലധികം ആളുകൾ കുഷ്ഠരോഗത്തിന് ചികിത്സയിലുണ്ട്. ഇതിൽ ഭൂരിഭാഗം രോഗികളും കോഴിക്കോട് ജില്ലയിലാണ്.
കഴിഞ്ഞ വർഷം 133 പേർക്ക് കുഷ്ഠരോഗം കണ്ടെത്തിയിരുന്നു. അതിൽ 117 പേർക്ക് തീവ്രത കൂടിയ കുഷ്ഠരോഗമായിരുന്നു. രോഗം കണ്ടെത്താൻ വൈകിയതിനാലും തീവ്രത കൂടിയതിനാലും 7 പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. കുട്ടികളിൽ കുഷ്ഠരോഗം കണ്ടുപിടിക്കപ്പെടുന്നത് ഒരു ആശങ്കാജനകമായ കാര്യമാണ്. ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് പുതുതായി കുഷ്ഠരോഗം സ്ഥിരീകരിച്ച 273 പേരിൽ 21 പേരും കുട്ടികളാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ കുട്ടികളിലെ രോഗബാധ നിരക്ക്. ഇത് രോഗം പകരുന്നത് തടയാൻ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. കുഷ്ഠരോഗം പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം NLEP ഇതിൽ പ്രധാനമാണ്. 2005 ഇന്ത്യയെ കുഷ്ഠരോഗം പൊതുജനാരോഗ്യ പ്രശ്നമല്ലാത്ത, അതായത് 10,000 പേരിൽ ഒരു കേസിൽ താഴെ മാത്രമുള്ള രാജ്യമായി പ്രഖ്യാപിച്ചെങ്കിലും രോഗനിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ചിട്ടില്ല. 2030 ഓരോ ജില്ലയിൽ നിന്നും കുഷ്ഠരോഗം ഇല്ലാതാക്കുക എന്നതാണ് NLEPയുടെ ലക്ഷ്യം. കേരള ആരോഗ്യ വകുപ്പ് അശ്വമേധം പോലുള്ള തീവ്ര ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തുകയും രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ക്യാമ്പയിനുകളുടെ ലക്ഷ്യം. സ്പർശ് എന്ന പേരിലും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ആശാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘങ്ങൾ വീടുകളിലെത്തി പരിശോധന നടത്തുന്നു. ബാലമിത്ര പദ്ധതിയിലൂടെ കുട്ടികളിലെ രോഗബാധ കണ്ടെത്താനും ചികിത്സ നൽകാനും ശ്രമിക്കുന്നു. ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിലെ 300 വീടുകൾ സന്ദർശിച്ച് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഫോക്കസ്ഡ് ലെപ്രസി ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ 3 മുതൽ 10 വർഷം വരെ എടുക്കുന്നതിനാൽ നേരത്തെ കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെങ്കിലും കുഷ്ഠരോഗം ബാധിച്ചവർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലും വിവേചനവും ഒരു വെല്ലുവിളിയായി തുടരുന്നു. രോഗം ഭേദമായാൽ പോലും വൈകല്യങ്ങൾ സംഭവിച്ചവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സമൂഹത്തിന്റെ തെറ്റായ കാഴ്ചപ്പാടുകൾ കാരണം പലരും രോഗവിവരം പുറത്തു പറയാൻ മടിക്കുകയും ഇത് ചികിത്സ വൈകാൻ കാരണമാകുകയും ചെയ്യുന്നു. ചില പഴയ നിയമങ്ങളും സാമൂഹിക മനോഭാവങ്ങളും ഈ വിവേചനത്തിന് ആക്കം കൂട്ടുന്നു. ഉദാഹരണത്തിന്, ചില സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ കുഷ്ഠരോഗികൾക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനും പോലും മുൻപ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം വിവേചനപരമായ നിയമങ്ങൾക്കെതിരെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. 2019 കുഷ്ഠരോഗം വിവാഹമോചനത്തിനുള്ള ഒരു കാരണമായി കണക്കാക്കുന്ന നിയമം ലോക്സഭ റദ്ദാക്കിയത് ഒരു നല്ല മാറ്റമാണ്. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയും തെറ്റിദ്ധാരണകളും ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നു. രോഗം പകരുന്നത് എങ്ങനെയാണെന്നും ചികിത്സയിലൂടെ പൂർണ്ണമായും ഭേദമാക്കാമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല. ഇത് രോഗികളോടുള്ള ഭയത്തിനും അകൽച്ചയ്ക്കും കാരണമാകുന്നു. കുഷ്ഠരോഗം ബാധിച്ചവരെയും ഭേദമായവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. നൂറനാട് സാനറ്റോറിയം പോലുള്ള സ്ഥാപനങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവിടെ അന്തേവാസികൾക്ക് വൈദ്യസഹായം കൂടാതെ തൊഴിൽ പരിശീലനവും മാനസിക പിന്തുണയും നൽകുന്നു. കുഷ്ഠരോഗം കാരണം വൈകല്യങ്ങൾ സംഭവിച്ചവർക്ക് ശസ്ത്രക്രിയകളും മറ്റ് പുനരധിവാസ സേവനങ്ങളും നൽകുന്നുണ്ട്. മൈക്രോ സെല്ലുലാർ റബ്ബർ, MCR ചെരുപ്പുകൾ, സ്വയം പരിചരണ കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്യുന്നു. റീകൺസ്ട്രക്റ്റീവ് ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്ന രോഗികൾക്ക് 8,000 രൂപ ധനസഹായവും നൽകുന്നു. സമൂഹത്തിൽ അവബോധം വളർത്തുന്നതും രോഗികളോടുള്ള സഹാനുഭൂതി വർദ്ധിപ്പിക്കുന്നതും ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. കുഷ്ഠരോഗം ഒരു സാധാരണ രോഗമാണെന്നും അത് ചികിത്സിച്ച് ഭേദമാക്കാമെന്നും രോഗം ബാധിച്ചവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ കുഷ്ഠരോഗ കോളനികൾ എന്ന പേരിൽ പഴയതുപോലെ ഒറ്റപ്പെട്ട വലിയ സമൂഹങ്ങൾ നിലവിലില്ലെങ്കിലും നൂറനാട് സാനറ്റോറിയം പോലുള്ള സ്ഥാപനങ്ങൾ പരിഷ്കരിച്ച രൂപത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കുഷ്ഠരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമായി മാറിയിട്ടുണ്ടെങ്കിലും പുതിയ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കുട്ടികളിലെ രോഗബാധ നിരക്ക് ആശങ്കയുണ്ടാക്കുന്നു. കുഷ്ഠരോഗം ഒരു സാമൂഹിക പ്രശ്നമായി കാണാതെ ഒരു ആരോഗ്യ പ്രശ്നമായി മാത്രം കണ്ട് രോഗം ബാധിച്ചവർക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.